എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് LDC മെയിൻ എക്സാമിനായാലും ഡിഗ്രി ലെവൽ പ്രിലിംസിനായാലും എല്ലാം തന്നെ SCRT പാഠഭാഗങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ റാങ്ക് ഫയലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് SCRT പാഠഭാഗങ്ങളും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആ ഒരു ഓർഡറിലാണ് ക്ലാസ് കൊണ്ടുപോകുന്നത്. SCRT പാഠഭാഗങ്ങളും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് വേൾഡ് ജിയോഗ്രഫിയിൽ ഭൂമിയുടെ അടിസ്ഥാന തത്വങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് വരുന്ന 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഭൂമി കഥയും കാര്യവും എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ഇതിൻ്റെ PDF ടെലഗ്രാമിൽ ഇടുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഉപകാരപ്പെടാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഭൂമിയുടെ ആകൃതിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നമുക്ക് നോക്കി പോകാം കേട്ടോ. എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എല്ലാ പോയിന്റ്സും പറഞ്ഞു പോകാം. ഭൂമിയുടെ ആകൃതിയെക്കുറിച്ച് നോക്കാം. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകൻ തെയിൽസ് ആണ്. ഓക്കെ, ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകൻ ആരാണ്? തെയിൽസ് ആണ്. എന്നാൽ ഈ ഗോളം ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നുവെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. BCE 7ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനായിരുന്നു തെയിൽസ്. ഓക്കെ, ഗ്രീസിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനാണ് തെയിൽസ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് തത്വചിന്തകർ ഇമ്പോർട്ടൻ്റ് ആണ്. പൈതഗോറസ് അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലാണ്. ഓക്കെ, ഭൂമിക്ക് ഗോളാകൃതി ആണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് തത്വചിന്തകർ ആരൊക്കെയാണ്? പൈതഗോറസ് അതുപോലെ തന്നെ അരിസ്റ്റോട്ടിൽ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 2 ചോദ്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച തത്വചിന്തകൻ തെയിൽസ് ആണ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ച ഗ്രീക്ക് തത്വചിന്തകർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പൈതഗോറസ് അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലാണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നോക്കുക. പൈതഗോറസും അരിസ്റ്റോട്ടിലും മുന്നോട്ട് വെച്ച ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ ശക്തമായി പിന്താങ്ങിയത് ആരാണ്? കോപ്പർനിക്കസ് ആണ് കേട്ടോ. പൈതഗോറസും അരിസ്റ്റോട്ടിലും മുന്നോട്ട് വെച്ച ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയത്തെ ശക്തമായി പിന്താങ്ങിയത് കോപ്പർനിക്കസ് ആണ്. കോപ്പർനിക്കസ് ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആര്യഭടനാണ്. ആര്യഭടൻ ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും സാങ്കല്പിക അച്ചുതണ്ടിൽ അത് സ്വയം കറങ്ങുന്നുവെന്നും അഭിപ്രായപ്പെട്ട ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ആര്യഭടൻ. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആരാണ്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ മഗല്ലനാണ്. ഓക്കെ, മഗല്ലനാണ് ഭൂമി ഉരുണ്ടതാണ് എന്ന് തെളിയിച്ച നാവികൻ. അടുത്ത ചോദ്യം നോക്കുക. ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി ഇല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി ഇല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. സർ ഐസക് ന്യൂട്ടൺ ആണ് ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി ഇല്ലെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞൻ കൂടിയാണ് സർ ഐസക് ന്യൂട്ടൺ. ധ്രുവപ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കുള്ളതെന്ന് സ്ഥാപിച്ച ശാസ്ത്രജ്ഞനാണ് സർ ഐസക് ന്യൂട്ടൺ. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയെ പറയുന്ന പേരാണ് ജിയോയിഡ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്. ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ജിയോയിഡ്. ജിയോയിഡ് എന്ന പദത്തിന് അർത്ഥം ഭൂമിയുടെ ആകൃതി എന്നാണ്. ജിയോയിഡ് എന്ന പദത്തിന് അർത്ഥം എന്താണ്? ഭൂമിയുടെ ആകൃതി. അടുത്ത പോയിന്റ് നോക്കാം. കാനഡക്കാരനായ ജീൻ ബലിവോ എന്ന സാഹസിക സഞ്ചാരിക്ക് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വയ്ക്കാൻ വേണ്ടി വന്ന വർഷങ്ങൾ ഏകദേശം 11 വർഷങ്ങളാണ്. കാനഡക്കാരനായ ജീൻ ബലിവോ, പേര് ഓർത്തിരിക്കുക, ജീൻ ബലിവോ എന്ന സാഹസിക സഞ്ചാരിക്ക്
കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമിയെ വലം വയ്ക്കാൻ വേണ്ടി വന്ന വർഷങ്ങൾ ഏകദേശം 11 വർഷങ്ങളാണ്. ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് ഇമ്പോർട്ടൻ്റ് ആണ്. 40,000 കിലോമീറ്റർ ആണ് ഭൂമിയുടെ ഏകദേശ ചുറ്റളവ്. BC 3-ാം നൂറ്റാണ്ടിൽ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ മാത്രം ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയ എന്ന് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകനാണ് ഇറാത്തോസ്തനീസ്. എന്താണ്? BC 3-ാം നൂറ്റാണ്ടിൽ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിൻ്റെ കോണളവിനെ മാത്രം ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് 2,50,000 സ്റ്റേഡിയ എന്ന് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകനാണ് ഇറാത്തോസ്തനീസ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഗ്ലോബിൽ നെടുകെ കാണുന്ന വരകൾക്ക് പറയുന്ന പേരാണ് അക്ഷാംശ രേഖകൾ. ഗ്ലോബിൽ കുറുകെ കാണുന്ന വരകളാണ് രേഖാംശ രേഖകൾ. അപ്പോൾ ഗ്ലോബിൽ നെടുകെ കാണുന്ന വരകളാണ് അക്ഷാംശ രേഖകൾ, ഗ്ലോബിൽ കുറുകെ കാണുന്ന വരകളാണ് രേഖാംശ രേഖകൾ. അടുത്തത് അക്ഷാംശ രേഖകളെ കുറിച്ചാണ്. നമ്മൾ SCRTയിൽ ഒരു പോയിന്റ് പോലും വിട്ടുകളയാതെയാണ് പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അക്ഷാംശ രേഖകളെ കുറിച്ച് നോക്കാം. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലമാണ് അക്ഷാംശം. ഭൂമിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഭൗമോപരിതലത്തിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള കോണീയ അകലമാണ് അക്ഷാംശം. ഇത്തരത്തിലുള്ള ഒരേ കോണീയ അളവുകളെ തമ്മിൽ യോജിപ്പിക്കുന്ന വരയ്ക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഓക്കെ, ഭൂമിയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡ് അറിയപ്പെടുന്നതാണ് അച്ചുതണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡ് അറിയപ്പെടുന്ന പേരെന്താണ്? അച്ചുതണ്ട്. ഗ്ലോബിന്റെ മധ്യഭാഗത്തായി കാണപ്പെടുന്ന അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. ഗ്ലോബിന്റെ മധ്യഭാഗത്തായിട്ട് കാണപ്പെടുന്ന അക്ഷാംശ രേഖ അറിയപ്പെടുന്നതാണ് ഭൂമധ്യരേഖ. ഏറ്റവും വലിപ്പമേറിയ അക്ഷാംശ രേഖയും ഏത് തന്നെയാണ്? ഭൂമധ്യരേഖ തന്നെയാണ്. ഓക്കെ, ഏറ്റവും വലിപ്പമേറിയ അക്ഷാംശ രേഖ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ്, ഭൂമധ്യരേഖയാണ് കേട്ടോ. ഭൂമധ്യരേഖയുടെ കോണീയ അളവ് 0 ഡിഗ്രിയാണ്. ഭൂമധ്യരേഖയുടെ കോണീയ അളവ് എത്രയാണ്? 0 ഡിഗ്രിയാണ്. ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി വടക്ക് കാണുന്ന അക്ഷാംശമാണ് ഉത്തരധ്രുവം. ഓക്കെ, ഭൂമധ്യരേഖയ്ക്ക് 90 ഡിഗ്രി വടക്ക് കാണുന്ന അക്ഷാംശമാണ് ഉത്തരധ്രുവം. 90 ഡിഗ്രി തെക്ക് കാണുന്ന അക്ഷാംശം ദക്ഷിണ ധ്രുവമാണ്. 90 ഡിഗ്രി വടക്ക് കാണുന്നത് ഉത്തരധ്രുവവും 90 ഡിഗ്രി തെക്ക് കാണുന്നത് ദക്ഷിണ ധ്രുവവും ആണ്. 66.5 ഡിഗ്രി വടക്ക് അക്ഷാംശമാണ് ആർട്ടിക് വൃത്തം. 66.5 ഡിഗ്രി വടക്ക് അക്ഷാംശമാണ് ആർട്ടിക് വൃത്തം. 66.5 ഡിഗ്രി തെക്ക് അക്ഷാംശമാണ് അന്റാർട്ടിക് വൃത്തം. ഓക്കെ, ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശമാണ് ഉത്തരായന രേഖ. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശം ഉത്തരായന രേഖ. 23.5 ഡിഗ്രി തെക്ക് അക്ഷാംശം ദക്ഷിണായന രേഖയാണ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കണം. 23.5 ഡിഗ്രി വടക്ക് ഉത്തരായന രേഖ, 23.5 ഡിഗ്രി തെക്ക് അക്ഷാംശമാണെങ്കിൽ അത് ദക്ഷിണായന രേഖയാണ്. ഉത്തരാർദ്ധഗോളത്തിലെ അക്ഷാംശങ്ങൾ അറിയപ്പെടുന്നതാണ് വടക്ക് അക്ഷാംശ രേഖകൾ. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് വടക്കാണല്ലോ. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖകൾ അറിയപ്പെടുന്നത് വടക്ക് അക്ഷാംശം. അങ്ങനെയാണെങ്കിൽ ദക്ഷിണം എന്ന് പറഞ്ഞാൽ തെക്കാണ്. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിലെ അക്ഷാംശ രേഖകൾ അറിയപ്പെടുന്നത് എന്താണ്? തെക്ക് അക്ഷാംശ രേഖകൾ എന്നാണ്. അടുത്തത് രേഖാംശ രേഖകളെ കുറിച്ചാണ് പറയുന്നത്. ഗ്ലോബിൽ ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന രേഖകളാണ് രേഖാംശ രേഖകൾ. ഗ്ലോബിൽ ഇരു ധ്രുവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് വരച്ചിരിക്കുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിട്ടുള്ള വക്രരേഖകൾ. അക്ഷാംശ രേഖകൾക്ക് ലംബമായി വരച്ചിട്ടുള്ള വക്രരേഖകൾ അറിയപ്പെടുന്നതാണ് രേഖാംശ രേഖകൾ. അതിൽ 0 ഡിഗ്രി രേഖാംശം എന്നറിയപ്പെടുന്നതാണ് മാനക രേഖാംശം. ഒരുപാട് തവണ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. 0 ഡിഗ്രി രേഖാംശം അറിയപ്പെടുന്നത് മാനക രേഖാംശമാണ്. മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലമാണ് രേഖാംശം. മാനക രേഖാംശത്തിൽ നിന്നും ഒരേ കോണീയ അകലമുള്ള രേഖാംശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ്
രേഖാംശ രേഖകൾ. ഓക്കെ, രേഖാംശ രേഖകൾ. അടുത്ത നോക്കാം, മാനക രേഖാംശത്തിന് ഇരുവശമായി 150 ഡിഗ്രി വീതം രേഖാംശങ്ങളാണ് ഉള്ളത്. എത്രയാണ്? 180 ഡിഗ്രി വീതമാണ് രേഖാംശങ്ങൾ ഉള്ളത്. കിഴക്ക് അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകൾ അറിയപ്പെടുന്നത് കിഴക്ക് രേഖാംശ രേഖകൾ എന്നും പടിഞ്ഞാറ് അർദ്ധഗോളത്തിലെ രേഖാംശ രേഖകൾ അറിയപ്പെടുന്നത് പടിഞ്ഞാറ് രേഖാംശ രേഖകൾ എന്നാണ്. ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ, ഭൂമിയിൽ ഒരു സ്ഥലത്തിന്റെ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത് ആരാണ്? അക്ഷാംശ രേഖകളെയും രേഖാംശ രേഖകളെയും അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയിൽ. ഓക്കെ, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനവും ഇമ്പോർട്ടൻ്റ് ആണ്, രേഖാംശ സ്ഥാനവും ഇമ്പോർട്ടൻ്റ് ആണ്. അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി വടക്കിനും 38 ഡിഗ്രി വടക്കിനും ഇടയിലാണ്. ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനും ഇടയിലാണ്. ഓക്കെ, രേഖാംശ സ്ഥാനം 68 ഡിഗ്രി കിഴക്കിനും 98 ഡിഗ്രി കിഴക്കിനും ഇടയിലാണ്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഭ്രമണം എന്ന് പറയുന്നത്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം എന്താണ്? ഭ്രമണമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം എന്താണ്? ഭ്രമണമാണ്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതാണ് ഭ്രമണം. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം എത്രയാണ്? 24 മണിക്കൂറാണ് കേട്ടോ. ഭൂമിക്ക് ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയമാണ് 24 മണിക്കൂർ. അടുത്ത നോക്കാം, ഭൂമിയുടെ ഭ്രമണത്തിന്റെ ദിശ പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ടാണ്. ഭൂമിയുടെ ഭ്രമണത്തിന്റെ ദിശ എങ്ങോട്ടാണ്? പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ടാണ് ഭൂമിയുടെ ഭ്രമണത്തിന്റെ ദിശ. ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ടായതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാം, സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതിന്റെ കാര്യം എന്താണ്? ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ട് ആയതിനാലാണ്. പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാലാണ് സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നത്. ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ആ പേര് അറിയപ്പെടുന്നതാണ് പരിക്രമണം. അപ്പോൾ ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം എന്ത് ചെയ്യുന്നു? സൂര്യനെ വലം വയ്ക്കുന്നു. അപ്പോൾ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്. ഭൂമിയിൽ വിവിധ കാലങ്ങൾ അനുഭവപ്പെടാൻ കാരണം എന്താണ്? പരിക്രമണമാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭൂമിയിൽ വിവിധ കാലങ്ങൾ അനുഭവപ്പെടാൻ കാരണം എന്താണ്? പരിക്രമണമാണ്. ഭൂമിയുടെ ശരാശരി പരിക്രമണ വേഗതയാണ് 96,000 കിലോമീറ്റർ പെർ മണിക്കൂർ. ഓക്കെ, 96,000 കിലോമീറ്റർ പെർ മണിക്കൂറാണ് ഭൂമിയുടെ ശരാശരി പരിക്രമണ വേഗത. ഇമ്പോർട്ടൻ്റ് ആണ്, 96,000 കിലോമീറ്റർ പെർ മണിക്കൂർ. അടുത്ത നോക്കുക, അധിവർഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ ഭൂമിക്ക് വേണ്ട ദിവസങ്ങൾ എത്രയാണ്? 365 ദിവസങ്ങളാണ് ഒരു പരിക്രമണം പൂർത്തിയാക്കുവാൻ ആയിട്ട് ഭൂമിക്ക് വേണ്ട ദിവസങ്ങൾ. അപ്പോൾ ഒരു വർഷത്തിന് 365 ദിവസങ്ങളാണ് ഉള്ളത്. ഓക്കെ, ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട ദിവസങ്ങൾ 365 ഒരു വർഷത്തിൽ 365 ദിവസങ്ങളാണ് ഉള്ളത്, നമുക്കറിയുന്നതാണ്. ബാക്കിയുള്ള ഈ 1/4 ദിവസം 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായിട്ട് പരിഗണിക്കുന്നു. ഓക്കെ, 365 ദിവസങ്ങളാണ് ഉള്ളത്, ബാക്കി 1/4 ഉണ്ടല്ലോ, ആ 1/4 ദിവസം എന്ന് പറയുന്നത് 4 വർഷങ്ങൾ കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായിട്ടാണ് പരിഗണിക്കുന്നത്. അങ്ങനെ ഓരോ 4ാമത്തെ വർഷത്തിലും എന്ത് വരുന്നു? 366 ദിവസങ്ങൾ ഉണ്ടാകുന്നു. അതാണ് അധിവർഷം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പം എന്താണ് അധിവർഷം? ഒരു പരിക്രമണം എന്ന് വെച്ചാൽ എന്താണ്? ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതാണ് അല്ലേ? അപ്പോൾ അതിനു വേണ്ടി എടുക്കുന്ന പരിക്രമണം പൂർത്തിയാക്കുവാൻ വേണ്ടിയിട്ട് ഭൂമിക്ക് വേണ്ടത് 365 ദിവസമാണ്. അപ്പോൾ ഒരു വർഷത്തിൽ 365 ദിവസമാണ്. അപ്പോൾ ബാക്കിയുള്ള ആ 1/4 എന്ന് പറയുന്നത് 4 വർഷം കൂടുമ്പോൾ ഒരു പൂർണ്ണ ദിവസമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഓരോ 4ാമത്തെ വർഷത്തിലും എന്ത് വരുന്നത്? 366 ദിവസങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് അധിവർഷം എന്ന് അറിയപ്പെടുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഭൂമിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഭൂമിയുടെ എന്താണ് ഷേപ്പ് എന്താണെന്ന് പഠിച്ചു അല്ലേ, കുറച്ച് ശാസ്ത്രജ്ഞന്മാരുടെ പേര് പഠിച്ചു, അതുപോലെ തന്നെ ഭ്രമണം എന്താണ്, പരിക്രമണം എന്താണ്, അക്ഷാംശ രേഖ, രേഖാംശ രേഖ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇതുപോലെ ഓരോ SCERT പാഠഭാഗങ്ങൾ നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവരും പഠിക്കുക. ഇതിൻ്റെ PDF നമ്മൾ ടെലഗ്രാമിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ നോട്ട്സ് വേണ്ടവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ട് അവിടെ നിന്ന് നോട്ട്സ് എടുക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.